ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു പ്ലാന്റ് ഇൻഡോറായിട്ടൊക്കെ വയ്ക്കാൻ പറ്റിയ ഒരു ചൈന ഡോളാണേ. നല്ല ഭംഗിയായിട്ട് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാം. വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് മടുക്കും, വെയിൽ പാടില്ല. ഇത് ആര് കണ്ടാലും പ്ലാസ്റ്റിക് ആണോയെന്ന് ചോദിക്കും കേട്ടോ. വീട്ടിനകത്തൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് നന്നായിട്ടിരിക്കുന്ന പ്ലാന്റാണേ. നല്ല ഒരു എണ്ണ തേച്ച കണക്ക് നല്ല തിളക്കമാണ്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ക്യാമറയിൽ എത്രത്തോളം ക്ലിയറായി കിട്ടണമെന്ന് അറിഞ്ഞുകൂടാ. നല്ല ചൂട്, വെയിലടിച്ച് വെള്ളം രാവിലെ ഒഴിച്ചിട്ടും അതിന് ശരിയായില്ല, വാട്ടമാണ്. ചൂട് സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പോട്ട് മാറ്റി കൊടുക്കാനുള്ള ഇതുമായി റൂട്ട് കണ്ട പുറത്തോട്ടൊക്കെ വന്ന് തുടങ്ങി. അതാണ് പ്ലാന്റ് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ നമ്മളെ ചൈന ഡോളിൻ്റെ കെയറിങ്ങും എന്നെ നടുന്ന രീതിയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിന് നമുക്ക് വെള്ളം നല്ലപോലെ വെള്ളം വേണം. ഒരു ദിവസം ഒരു നേരമെങ്കിലും എന്നിട്ട് വെള്ളം കൊടുക്കണം. വെയിൽ നമുക്ക് ഷെയ്ഡുള്ള ഭാഗത്ത് വയ്ക്കാം. തീരെ വെയിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമാണ്. നമ്മൾ ഇൻഡോറായിട്ടൊക്കെ വയ്ക്കുമ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ എത്തിയൊന്ന് പുറത്തൊന്ന് രാവിലെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് എത്തിയൊന്ന് വെച്ച് കൊടുക്കണേ. വീണ്ടും എന്നിട്ട് നമുക്കെടുത്ത് വീണ്ടും അകത്ത് തന്നെ സെറ്റ് ചെയ്യാം. അല്ല പ്ലാസ്റ്റിക് കണക്ക് ഇരുന്നോളും. നല്ല ചട്ടിയിൽ വൈറ്റ് പോട്ടിലൊക്കെ കല്ലൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കുക ഈ പ്ലാന്റ്. പിന്നെ ഇതിന് വളം കൊടുക്കുന്നത് നമുക്ക് NPK സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ബുഷിയായിട്ട് നല്ല കരുത്തോടും കൂടി ഈ പ്ലാന്റ് വരാൻ നമുക്ക് NPK കൊടുക്കാം. പിന്നെ വേറെ കീടബാധയോ ഒന്നും ലീഫിനൊന്നും ഒരു ഇതൊന്നും ഉണ്ടാവില്ല. നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് എന്നും നോക്കാൻ കെയർ ചെയ്യാൻ സമയമില്ലാത്തവർക്കൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ്, ഈ പ്ലാന്റ് എങ്ങനെ പിടിപ്പിച്ചെടുക്കും, അടുത്ത് നമുക്ക് എങ്ങനെ ഇത് പുതിയത് വെച്ച് പിടിപ്പിക്കാം എന്നുള്ളതാണ്. ഇതിനെ നമുക്ക് ഇതിൻ്റെ കട്ടിങ് എടുത്തിട്ട് നമുക്ക് ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും ആ ചോട്ടിൽ നിന്ന് വീണ്ടും നമുക്ക് അടുത്തതായിട്ട് ശിഖരമായിട്ട് വന്ന് അത് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഇതിന് നമുക്ക് മാറ്റി റൂട്ട് പിടിപ്പിക്കാൻ എളുപ്പമാണ്. പെട്ടെന്ന് ഇത് റൂട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും. സാധാ മണ്ണിൽ വേറെ ഒന്നും വേണ്ട, സാധാ മണ്ണിൽ ഇതിനെ ഒന്ന് മുറിച്ച് ഒരു കട്ടിങ് എടുത്തിട്ട് ഒരുപാട് വലുതായിട്ട് എടുക്കാതെ ഇത്രയുള്ള ഈ തുളിര് ഭാഗം പോലുള്ള ഭാഗമാണ് ഇത് പെട്ടെന്ന് റൂട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതേ. അപ്പോൾ അതിനെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് വെറും മണ്ണിൽ വെച്ച് കൊടുക്കാം. വെറും മണ്ണിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നനവ് കൊടുക്കണം. ഷെയ്ഡുള്ള ഭാഗത്ത് തന്നെ വയ്ക്കണം. ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് നല്ല ഷെയ്ഡുള്ള ഭാഗത്ത്, മഴയുള്ള സമയത്ത് നമ്മൾ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പിടിച്ച് കിട്ടുമേ. നമുക്ക് എവിടെ വെച്ചാലും തണുപ്പാണല്ലോ, അപ്പോൾ പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഇത് നല്ല ഷെയ്ഡുള്ള ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെച്ച് കൊടുത്താൽ മതി. നമുക്ക് പുതിയ പ്ലാന്റ് പെട്ടെന്ന് ഒരു 2-3 ആഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ ഇതിന് റൂട്ട് വന്ന് തുടങ്ങും. നമുക്ക് മാറ്റി പിടിപ്പിക്കാം. അപ്പോൾ ഈ പ്ലാന്റ് ഒറ്റ ശിഖരത്തിൽ പോണേക്കാളും നല്ല ശിഖരം വീശി നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. കൂട്ടുകാരുടെ കയ്യിൽ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയമായിരിക്കും ഇത് പിടിപ്പിക്കാൻ പറ്റുമോ ഇല്ലയെന്ന്. എല്ലാവരും ഒന്നിങ്ങനെ ചെയ്ത് നോക്കണേ. ഓക്കേ.